2022 ഒക്ടോബർ 23 ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ ആഴ്ന്നിറങ്ങിയ ദിവസമാണ്. അതെ, T20 ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം തന്നെ. കളി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണെങ്കിൽ ഒരു യുദ്ധ പ്രതീതി ഉറപ്പാണല്ലേ. കളിയുടെ ആദ്യ പകുതി അടുത്തപ്പോൾ ടീം ഇന്ത്യയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ പാകിസ്ഥാന് സാധിച്ചു. ഇന്ത്യ തോൽവിയിലേക്ക് ക്രിക്കറ്റ് ലോകം വിലയിരുത്തി. പക്ഷേ അന്ന് 18-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് വിധിയെ പോലും വിപരീതമാക്കാൻ ശേഷിയുള്ള വിരാട് കോഹ്ലിയായിരുന്നു ക്രീസിൽ എന്നവർ ഓർത്തു കാണില്ല. വിജയക്കൊടി പാറിക്കാൻ ഇന്ത്യക്ക് അവസാന 8 പന്തിലായി വേണ്ടിയിരുന്നത് 28 റൺസാണ്. പരാജയം കൺമുന്നിൽ നിൽക്കുമ്പോഴും അതിനോട് തോറ്റുകൊടുക്കാൻ നമ്മൾ തയ്യാറായിരുന്നില്ല. ചെറുത്തു നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. പാകിസ്ഥാന്റെ മറ്റൊരു അക്തർ എന്ന് വിശേഷിപ്പിക്കാവുന്ന റൌഫിന്റെ നിർണായകമായ അവസാന 2 പന്തിനെയും കാറ്റിൽ പറത്തിക്കൊണ്ട് വിരാട് കോഹ്ലി പ്രതീക്ഷയുടെ വെട്ടം ഇന്ത്യൻ ജനമനസ്സുകളിൽ കോരി. ഒടുവിൽ അവസാന പന്തിൽ അശ്വിൻ വിജയ റൺസ് നേടിയപ്പോൾ എതിർവശത്ത് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി നായകൻ നിൽപ്പുണ്ട്. ഇന്ത്യയുടെ ജനലക്ഷങ്ങൾ നെഞ്ചിലേറ്റിയ ആ മുഹൂർത്തം അവിടെ അരങ്ങേറി. നമ്മൾ ഓരോ ഇന്ത്യക്കാരനും കാലങ്ങളോളം മനസ്സിൽ കുറിച്ചുവയ്ക്കാൻ, വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞ ആവേശം കൊള്ളാൻ, പ്രതീക്ഷ അറ്റുപോകുന്ന നിമിഷങ്ങളിൽ കുതിച്ചുയരാൻ കരുത്തു നൽകുന്ന ഒരു അസുലഭ നിമിഷമായിരുന്നു അത്. മത്സരത്തിനൊടുവിൽ അനുഷ്കയുടെ ആ ഹൃദയസ്പർശിയായ ട്വീറ്റ്, പ്രിയപ്പെട്ടവനെ നീ അതിശയപ്പെടുത്തുന്ന മനുഷ്യൻ, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മത്സരമാണ്. നമ്മളുടെ മകൾ വളരെ ചെറുതാണ്. അവളുടെ അമ്മ ആവേശഭരിതയായി നൃത്തം ചെയ്യുന്നത് എന്തിനെന്ന് അവൾക്കറിയില്ല. പക്ഷെ ഒരു നാൾ അവൾ മനസ്സിലാക്കി, ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തുടിപ്പായിരുന്നു കിരീടവും ചെങ്കോലുമില്ലാത്ത ഒരു രാജാവായിരുന്നു തന്റെ അച്ഛൻ. Once upon a time there lived a ghost.